ഹേ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 3ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് തട്ടിക്കൂടി ഉണ്ടാക്കിയൊരു വീടായതുകൊണ്ട് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇത് ഇടയ്ക്ക് ഒരു ദിവസം കളിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിനകത്ത് ചില ജീവികൾ, അതായത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചില ജീവികൾക്ക് ഫുൾ കളറില്ല, അതായത് പിങ്കും ബ്ലാക്കും കളർ മാത്രമേ കാണത്തുള്ളൂ. ഈ ട്രേഡറിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും നമുക്ക് അതിനെ എടുക്കാം. അതിന് നമ്മൾ ട്രേഡറിനെ കൊല്ലണം. അപ്പോൾ നമ്മൾ അയാളെ കൊന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലെഡ് എടുത്തിട്ട് ഈ രണ്ട് ജീവികളെ പിടിക്കണം. എന്നിട്ട് നമ്മളെ വീടിൻ്റെ പുറകിൽ ഇതിനെ കൊണ്ട് കെട്ടിയിടണം. അപ്പോൾ നമുക്ക് ഇതിനെ കെട്ടിയിടണമെങ്കിൽ ഫെൻസ് വേണമെങ്കിൽ ഓക്ക് വുഡ് വേണം. നമ്മുടെ കയ്യിൽ അത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഓക്ക് വുഡ് ഇല്ല. നമുക്ക് എന്തായാലും വുഡ് എടുക്കാൻ പോകണം. എന്നാലേ നമുക്ക് ഈ ഫെൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വുഡ് എടുക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ഇതിലത്തെ 4 വുഡ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഓക്ക് വുഡ് ആക്കാം. അങ്ങനെ നമ്മൾ വുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്ക് വുഡ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 ജീവികളെ കൊണ്ട് പുറകിൽ കെട്ടിയിടണം. ഗായ്സ്, എൻ്റെ വീടിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന ആ സാധനം ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ ഇറക്കി അവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണിയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ആ വീടിൻ്റെ അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കിയപ്പോൾ ഇവിടെ വീടിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഹോളുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഇത് വെച്ച് കൊടുക്കാം. ഗായ്സ്, ഇപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാനും കിടന്നുറങ്ങാനും ഒക്കെ ഈ ഒരു ചെറിയ വീട് മതി. ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഈ എപ്പിസോഡിൽ മറ്റൊരു വീട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ വീട് വെക്കണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വീട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോണായിട്ടിരുന്ന് നമ്മുടെ വീടിൻ്റെ തറ നമ്മളത് മൊത്തം കോബിൾ സ്റ്റോൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒരു രസമുണ്ട് വീട്. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാൻ പറ്റി. ഇനി നമുക്ക് ഒരു ചെസ്റ്റ് വേണം. അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഈ എപ്പിസോഡിൽ തന്നെ ചെസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഗൈസ്, രാത്രി ആയിട്ടുണ്ട്. നല്ല മഴയുണ്ട്. നമുക്കപ്പോൾ കിടന്നുറങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ അത് ചെയ്യാം. വീട് ചോരുന്നു ഗൈസ്, നമ്മളെന്ത് ചെയ്യും? വേറെ എവിടെയും ചോരുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ എവിടെയും വെള്ളം വീഴുന്നില്ല. നമുക്കെന്തായാലും കിടന്നുറങ്ങാം. നമ്മുടെ മണ്ടയ്ക്കാണ് വെള്ളം വീഴുന്നത്. ഗൈസ്, നമ്മുടെ വീട് എവിടെ? ഗൈസ്, അത് ചോരുന്നതല്ല. നമ്മളവിടെ ഒരു ബ്ലോക്ക് വെക്കാൻ മറന്നു പോയതാണ്. എന്തായാലും നമുക്കതൊക്കെ പിന്നെ വെക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ പെറ്റ്സിനെയൊക്കെ പോയി നോക്കാം. ഗായ്സ്, ഇതിനൊക്കെ എന്താ കൊടുക്കുന്നതെന്നൊന്ന് പറഞ്ഞിരുന്നേ. അത്രയും ഉപകാരം. എനിക്കറിയില്ല ഇനി എന്താ കഴിക്കാൻ കൊടുക്കേണ്ടതെന്ന്. ഇതിൻ്റെ മണ്ടയിൽ എങ്ങനെ ഇറങ്ങുന്നത്? ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ജമ്പ് ചെയ്ത് നോക്കാം. ഇറങ്ങി. നമുക്കപ്പോൾ ഇതോ ഇവിടെ ഒരു കേവ് കാണുന്നുണ്ട്. നമുക്ക് അതിനകത്ത് കയറി വെക്കാം. അത് കേവല്ല ഗൈസ്, അത് വേറൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഗായ്സ്, നമ്മളന്ന് ഷീപ്പിനെ കൊന്ന സ്ഥലമല്ലേ ഇത്? എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ പോട്ടെ.
നമുക്കിപ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് വുഡ് വേണം, അതെടുക്കാം. പിന്നെ നമുക്ക് 2 ചെസ്റ്റ് ഉണ്ടാക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണവും ചെറുതായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ 2 എണ്ണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ചെസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല സ്പേസും കാണും. ഗൈസ്, ഇവിടെ കുറേ ആനിമൽസ് ഉണ്ട്. നമുക്കപ്പോൾ അതിനൊക്കെ തല്ലിക്കൊല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനൊക്കെ ഇങ്ങനെ കൊന്ന് അതിൻ്റെ പുറകെ നടന്ന് കൊല്ലുന്നത്. എന്താണെന്നറിയത്തില്ല, ഇതുവരെ നമുക്ക് വിശക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. എന്തായാലും അതൊക്കെ പോട്ടെ. ഗൈസ്, ഇപ്പോൾ കൊന്ന ആ കോഴിയുടെ കൂടെ വേറൊരു കോഴിയുടെ ഇല്ലായിരുന്നോ? കാണുന്നില്ല ഗൈസ്, എവിടെ പോയോ എന്തോ. എന്തായാലും നമുക്ക് മേളിലോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു കോഴി നിൽക്കുന്ന, അതിനെ പോയി കൊല്ലാം. ചില വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്നോ കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ സ്നോ ബോൾസ് കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്നോ ബോളൊക്കെ എടുത്തിട്ട് പോവാം. ഗൈസ്, നമ്മുടെ സ്റ്റോൺ പിക്കാക്സിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വുഡൻ പിക്കാക്സൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് അത് വെച്ച് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.